മാറുന്നെങ്കിൽ നിങ്ങൾ അറിയും. നിങ്ങൾ അറിഞ്ഞിട്ടേ ആ തീരുമാനത്തിന് മാറ്റവും ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ ജനങ്ങളോട് എനിക്കിപ്പോൾ നേരിട്ട് പറയാനുള്ളത്. ഞങ്ങളൊരു ഒറ്റ തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരുപാട് ചാനലുകളിൽ വ്യക്തമായി പറഞ്ഞതാണ്. പക്ഷെ ഞാൻ ഇന്ന് ഈ ഇൻ്റർവ്യൂവും കൂടെ എനിക്ക് ബൈക്ക് ആവശ്യമുണ്ടായിരുന്നുള്ള രീതിയിലാണ് നിങ്ങൾ വിളിച്ചപ്പോൾ ഉടനെ വരണമെന്ന് പറഞ്ഞത്. കാരണം ഞങ്ങളുടെ ഔദ്യോഗികമായുള്ള ഞങ്ങൾക്കൊരു ഇലക്ഷന് മുന്നേ തന്നെ ഞങ്ങൾക്കൊരു സമിതിയുണ്ട്. ആ സമിതി ഇലക്ഷന് ശേഷം വിപുലപ്പെട്ട് വന്നതുകൊണ്ട് ഇനി വിപുലീകരിക്കേണ്ട ഒരു ജനകീയ സമിതിയും കൂടി രൂപീകരിക്കാനുണ്ട്. ഞങ്ങൾ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഒരു സമിതി രൂപീകരിക്കുന്നു. അപ്പോൾ അതിനകത്ത് നിലവിലുള്ള അംഗങ്ങളെ വെച്ച് ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. ആ തീരുമാനം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര നിലപാടെടുത്ത് പോവുക. ഈ സ്വതന്ത്ര നിലപാടെന്ന് പറയുമ്പോൾ വ്യക്തമായിട്ട് തന്നെ എനിക്കിപ്പോൾ പറയേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പിന്തുണയില്ല, കൊടുക്കണ്ട എന്നുള്ള ഒരു നിലപാടെടുത്താണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ആ നിലപാട് ഉറച്ച ഒരു തീരുമാനമായിട്ടാണ്. കാരണം നമ്മുടെ അതായത് നമ്മുടെ വിജയ സാധ്യതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചത് രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. സാമുദായിക സംഘടനകളുണ്ട്, രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരുണ്ട്, ഒരുപാട് പേരുണ്ട്. അത് നമ്മുടെ നാടിന് ആവശ്യമെന്നുള്ള രീതിയിൽ പ്രയത്നിച്ച ഒരു പ്രവർത്തന രീതിയായിരുന്നു. അപ്പോൾ ആ പ്രവർത്തനത്തിനകത്തു നിന്നാണ് ഈ ഒരു തീരുമാനം വന്നത്. അപ്പോൾ അതിനെ വിച്ഛേദിച്ചുകൊണ്ടോ ഏകപക്ഷീയമായ ഒരു നിലപാടെടുക്കാൻ ഞാൻ യോഗ്യനോ അല്ല. അങ്ങനെ ഒരു ചിന്താഗതി എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുമില്ല. ഞങ്ങളുടെ ഇപ്പോൾ നിൽക്കുന്ന പുള്ളി മുൻ കൗൺസിലറാണ്. അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ഒരു ലീഡർഷിപ്പിൽ നിന്ന് ഇതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എവിടെയൊക്കെ സ്ഥാനത്തിൽ ഇദ്ദേഹത്തെ കൂടാതെ ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ യാദൃച്ഛ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇവരുടെ പോലുള്ള എല്ലാവരുടെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ ഈ ഒരു തീരുമാനമെടുത്തത്. രാഷ്ട്രീയ നിലപാടില്ല, സ്വതന്ത്ര നിലപാടെടുത്ത് അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുക. ഒരു കൗൺസിലിന് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് തീരുമാനം. സഖ്യം എന്ന് പറയുന്ന സംഗതി ഇപ്പോൾ ആലോചനയില്ല. നിലവിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയില്ല. അത് ഞങ്ങൾക്കിപ്പോൾ തിരുത്തേണ്ടത് ആവശ്യം കൂടെ ഉണ്ടോ. ഈ ദിവസവും ഓരോ ചെല്ലുന്തോറും അനാവശ്യമായുള്ള ചർച്ചകൾ പല ഭാഗത്തു നിന്നും പല രീതിയിൽ ഒന്നും നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു പിന്തുണ നൽകണ്ട എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ റീസൺ ഇതാണ്. സ്വതന്ത്ര ചിന്താഗതിയോട് പ്രവർത്തിക്കുക. സ്വതന്ത്രമായി പ്രവർത്തിച്ചത് കൊണ്ട് സ്വതന്ത്ര ചിന്താഗതിയോടുകൂടി പ്രവർത്തിച്ച് വാർഡിനകത്തുള്ള കാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോകുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്, അത് അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രവർത്തിച്ചതിലും ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്. അതുപോലെ തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ആൾക്കാരുണ്ട്, BJPയുടെ ആൾക്കാരും ഉണ്ട്. പബ്ലിക്കിലും ഇൻഡയറക്റ്റും ഡയറക്റ്റായിട്ടും പ്രവർത്തിച്ച ആൾക്കാരുണ്ട്, പല രാഷ്ട്രീയ കക്ഷികളും. അപ്പം നമുക്ക് കോൺഗ്രസിലോട്ട് പോകുന്നെന്ന് പറയാനൊന്നോ അല്ലെങ്കിൽ BJPയിലോട്ട് പോകുന്നെന്നോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിലോട്ട് പോകുന്നെന്നോ പറയാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യത്തിലുള്ള ആ ഒരു നിലപാട് ഞങ്ങൾ എടുക്കുന്നില്ല. ആ ഒരു രീതിയിലാണ്. അപ്പോൾ വരും കാലഘട്ടത്തിൽ നമ്മുടെ വികസനവുമായി മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ്. ഒഫീഷ്യലായിട്ട് ഒരു ചർച്ചയും നടന്നിട്ടില്ല. സ്വാഭാവികമായിട്ട് ഈ സാഹചര്യം വരുമ്പോഴത്തേക്കും അവർക്ക് മേൽക്കൈ കിട്ടാൻ വേണ്ടി നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കാറുണ്ട്. അത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് സംസാരിച്ചത്. എൻ്റെ അടുത്ത് മാത്രമല്ല, എൻ്റെ കൂടെ നിൽക്കുന്ന നേതൃത്വത്തിൻ്റെ അടുത്തൊക്കെയാണ് സംസാരിച്ചത്. ഈ പറയുന്ന കോൺഗ്രസും അങ്ങനെ എൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് സംസാരിച്ചിട്ടില്ല, ഇൻഡയറക്റ്റ് ആയിട്ട് അവരുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് മറുപടി ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെയാണ് അവരെല്ലാം മറുപടി അവർക്ക് കൊടുത്തു കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? അതായത് ഒരു രാഷ്ട്രീയ നിലപാട് എന്ന് എടുത്ത് ഞങ്ങൾ പോകുന്ന ഒരു ആൾക്കാരല്ല. അപ്പം ഞങ്ങൾ സ്വതന്ത്ര ചിന്താഗതി എന്ന് പറയുമ്പോഴത്തേക്കും ഈ വരുന്ന രാഷ്ട്രീയം ഇപ്പോൾ നിങ്ങൾ ചോദിച്ചതിൽ ഞാൻ പബ്ലിക്കലി പറയാം, ഓപ്പണായിട്ട് പറയാം. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചെങ്കിലും പറയാം. നിങ്ങൾ ചിലപ്പോൾ NDA സർക്കാർ ഭരിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ നിലപാട് എന്തെന്നുള്ള രീതിയായിരിക്കാം ചോദിച്ചിട്ടുള്ളത്. NDA സർക്കാരിൻ്റെയും കോൺഗ്രസിൻ്റെയും ഇനി നാളെ NDA സർക്കാർ വരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പില്ലല്ലോ. കാര്യം ഇവിടെ LDFും UDFും 6 മാസം കഴിഞ്ഞിട്ട് എൻ്റെ നിലപാട് എടുക്കുന്നതെന്നുള്ളത് അതറിയാൻ പറ്റും. അപ്പോൾ എന്താണെന്നുള്ളത് ഞങ്ങളുടെ വികസന സമിതി എന്ന് പറയുന്നത് അന്ന് അവർ ഉന്നയിക്കും. ഇതിപ്പോൾ നിലപാട് ഇപ്പം ഞങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനത്തോട് ഉറച്ചു പോകുക എന്നുള്ളതാണ്. അന്ന് എന്തെങ്കിലും തീരുമാനം എടുക്കുമോ എടുക്കത്തില്ലയോ എന്ന് എനിക്കിപ്പം പറയാൻ പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് എനിക്ക് രാധേഷൻ ചേട്ടനെ നേരത്തെ എനിക്കറിയത്തില്ല. കൗൺസിലിൽ അന്ന് സത്യപ്രതിജ്ഞ കണ്ടുള്ള ഒരു പരിചയമുള്ളൂ. പുള്ളിക്കാരൻ ഏത് നിലപാടെടുക്കുന്ന അവരുടെ നിലപാട് എന്താണെന്നുള്ളത് പറയാൻ ഞാൻ യോഗ്യനുമല്ല, അത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് അവരുടെ ഇഷ്ടമാണ്. അവർക്കും എന്നെ പോലെയുള്ള കമ്മിറ്റിയിലുണ്ട്, എന്നെ പോലെയാണ് അവർ പ്രവർത്തിച്ചത്. ചിലപ്പോൾ ഒരു പക്ഷേ അവർ ഏത് നിലപാടെടുത്താൽ അവർ തീരുമാനിക്കേണ്ടതാണ്. നേരെന്നല്ല, ഞാൻ ഒരു പ്രവർത്തനമല്ലേ. ഇപ്പം അതായത് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോഴത്തേക്ക് എനിക്കുണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് ജയസാധ്യത ഇല്ല എന്നുള്ളൊരു, അതായത് ഒരു മുന്നണിയെ തോൽപ്പിക്കാൻ വേണ്ടി വരുന്നെന്നുള്ളതാണ്. പക്ഷെ ഞങ്ങളുടെ വികാരവും ഞങ്ങളുടെ ജനങ്ങളുടെയൊക്കെ എന്നുള്ളത് ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ജയിച്ചു കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനി മേയറോ ഈ പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇതൊന്നും ഞങ്ങളുടെ വിഷയമേ അല്ല. അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. ഞങ്ങൾ ആ ഒരു ലൈനിലുള്ള പ്രവർത്തനം ആഗ്രഹിക്കുന്നില്ല. കാരണം
സാധാരണ രീതിയിൽ നിന്ന് പ്രവർത്തിച്ച് കൗൺസിലർ പദവി അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് മേളിൽ പോകണം എന്നുള്ളതാണ് എൻ്റെ ചിട്ട. ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു നാട്ടിലെ ഒരു സാധാരണ പ്രവർത്തകൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അതെങ്ങനെ നേടിക്കൊടുക്കാൻ പറ്റും? ഞാൻ അല്ലാതെ ഒരു മേയർ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയോ ഇരുന്നിട്ട് ഈ നാടിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല അതിൽ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ഒരു നിലപാടും അങ്ങനെ ഒരു ആഗ്രഹവും ഞങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നുമില്ല. അത് തന്നെയാണ്. LDF-ഉം UDF-ഉം സെപ്പറേറ്റ് ക്യാൻഡിഡേറ്റിനെ നിർത്തുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭൂരിപക്ഷം ആളായിരിക്കാം മേയർ ക്യാൻഡിഡേറ്റ് എന്നാണ്. എനിക്കിതിൻ്റെ ഒരു നിയമവശങ്ങൾ വലിയ രീതിയിൽ ഇതിനെക്കുറിച്ച് ആലോചിക്കാത്തതുകൊണ്ട് പഠിച്ചിട്ടുമില്ല, പഠിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. അത് അപ്പോൾ ആ സ്വാഭാവികമായിട്ടും NDA ആയിരിക്കാനാണ് മേയറായിട്ട് വരാൻ സാധ്യതയുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. NDA അനുകൂലിക്കണമെന്നല്ലോ. ഇപ്പം NDA നമുക്ക് ഈ പറഞ്ഞാൽ അനുകൂലമോ പ്രതികൂലമോ എന്നല്ല, നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചു വാങ്ങുക. എന്തായിരുന്നാലും തന്നില്ലെങ്കിൽ ഏത് മാർഗത്തിലും അത് പിടിച്ചു വാങ്ങുക എന്നുള്ളത് ശക്തമായ ജനവികാരത്തോടു കൂടി തന്നെയാണ്. വാർഡിന്റെ വികസനം ഞങ്ങൾക്ക് ലക്ഷ്യം അതാണ്. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാനുണ്ട്. ചെയ്ത പദ്ധതികൾ പൂർണ്ണമാവാതെ കിടപ്പുണ്ട്. അതിനൊക്കെ പൂർണ്ണതോതിൽ കൊണ്ട് എത്തിക്കാം. അതിന് ഏത് രീതിയിലായിട്ടോ എന്നുള്ളത് നോക്കി ചെയ്യുക. അത് സ്വാഭാവിക സത്യസന്ധമായിട്ട് പറയേണ്ടത് ആവശ്യമാണ്. കാര്യം ഈ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഓരോ ദിവസം കഴിയും തോറും ഇത് ഒരു പിരിമുറുക്കത്തിന്റെ അവസ്ഥയിലോട്ടാണ് പോകുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. കാര്യം ഞങ്ങൾ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിൽ ഇതുവരെയ്ക്കും ഒരു മാറ്റം വന്നിട്ടില്ല. എൻ്റെ ജനങ്ങളോടൊക്കെ എനിക്കിപ്പോൾ അതാണ് പറയാനുള്ളത്. ഞാൻ ഒരു തീരുമാനവും എടുത്തിട്ടില്ല. നമ്മൾ എന്താണോ എൻ്റെ വാർഡിനകത്ത് നിന്ന് നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ആ തീരുമാനത്തിൽ നിന്നും ഒരു കണിക പോലും മാറിയിട്ടില്ല. ഇനി മാറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മാറുന്നെങ്കിൽ നിങ്ങൾ അറിയും. നിങ്ങൾ അറിഞ്ഞിട്ടേ ആ തീരുമാനത്തിൽ നിന്ന് മാറ്റവും ഉണ്ടാകത്തുള്ളൂ. അതാണ് എൻ്റെ ജനങ്ങളോട് എനിക്കിപ്പോൾ നേരിട്ട് പറയാനുള്ളത്.